മുല കുടിച്ച വല്യമ്മാൻ്റെ പേര് ചക്കിക്കുട്ടി. ഞാനും എൻ്റെ ജ്യേഷ്ഠൻ അജ്മലും അവരുടെ മുലപ്പാലാണ് എൻ്റെ ഉമ്മാനേക്കാളും കുടിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നീട് അങ്ങോട്ട് നമ്മൾ ഓരോന്നും പരിശോധിച്ചാൽ ആ ചക്കിക്കുട്ടിക്ക് 2 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിലൊന്ന് കീരനാണ്, അത് മരിച്ചു. പിന്നൊരു സഹോദരി ഉണ്ടായിരുന്നു, അത് 1.5 വർഷം മുമ്പ് അവരും മരിച്ചു. ആ കുടുംബം തന്നെ കഴിഞ്ഞു. പിന്നീട് വീട്ടിലുണ്ടായിരുന്നത് ഉമ്മാനെ സഹായിക്കാനുണ്ടായിരുന്ന നാടിച്ചിയാണ്. അത് കഴിഞ്ഞ് ഉമ്മാൻ്റെ എനിക്ക് തോന്നുന്നു 2000 കൂടിയിട്ട് അവരും മരിച്ചു. ഉമ്മാൻ്റെ അവസാന കാലത്ത് ഉമ്മാനെ നോക്കിയിരുന്നത് കൊറ്റിക്കുട്ടി ചേച്ചിയാണ്. ഉമ്മ മരിച്ചതിന് ശേഷം ഉമ്മാൻ്റെ ബെഡ്റൂം അവർ തന്നെയാണ് അവർക്ക് കൊടുത്തിരിക്കുകയായിരുന്നു. അവരും ഇപ്പോൾ ഒരു 3 വർഷം മുമ്പ് മരണപ്പെട്ടു. അപ്പം ഞാനിതൊക്കെ പറയുന്നതിന് കാരണം തലമുറകളായി അത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ വാപ്പാന്റെ ഏറ്റവും അടുത്ത എഴുത്തുകാരും ബാക്കിയുള്ളതുമൊക്കെ അപ്പൻ്റെ എല്ലാ സാമ്പത്തിക കാര്യങ്ങളും കൈകാര്യം ചെയ്തിരുന്ന വേലായുധന്മാരായിരുന്നു. മരിക്കുന്നവരെ വെള്ളിപ്പാൻ്റെ പരിശോധിച്ചാലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞങ്ങൾ ഈ തലമുറയും അത് തന്നെയാണ് തുടർന്നു വരുന്നത്. ഒരുത്തന്റെ മുഖത്ത് നോക്കി വർഗീയവാദി എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഇവിടെ വന്ന് പറയുമ്പം ഒട്ടനവധി പ്രയാസമുണ്ട്. ഒരടിസ്ഥാനവുമില്ലാതെ 5 നേരം നമസ്കരിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നമസ്കരിക്കുമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് മുന്നോട്ട് വന്നത്. അത് ഇസ്ലാമിനെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇസ്ലാമിൽ ഒരു അന്യ മതസ്ഥാപനങ്ങൾക്ക് നേരെ നിങ്ങൾ നെറ്റി ചുളിച്ച് നോക്കരുത് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. നല്ലൊരു അമ്പലം കണ്ടും നല്ല കൊത്തുപണിയും നല്ല വിശാലമായ സൗന്ദര്യമുള്ള ഒരു അമ്പലം കാണുമ്പോൾ ഒരു മുസൽമാന് എന്താത് ഒരു ഈർഷ്യതയോടുകൂടി ഒരു ഇഷ്ടക്കേടോടുകൂടി നോക്കാൻ പാടില്ല. അവൻ ദീനിന് പുറത്താ. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഇസ്ലാം. ഇതാദ്യം പഠിക്കണം. ലാ ഇക്റാഹ ഫിദ്ദീൻ. മതത്തിൽ ഒരു നിർബന്ധമില്ല. ഒരാളെയും നിർബന്ധിച്ച് മതത്തിലേക്ക് കയറ്റാൻ പാടില്ല. നമുക്ക് പറയാം, അത്രയേ ഉള്ളൂ. ഒരു ക്രൈസ്തവ ദേവാലയം, നല്ല രീതിയിലുള്ള ക്രൈസ്തവ ദേവാലയം, അപ്പൊ അത് കാണുമ്പോൾ ഒരു മുസൽമാൻ ഇതാണ് പ്രശ്നം. ഒരു ഭാഗം അങ്ങനെ പോയി. തന്നെ വർഗീയവാദിയാക്കാൻ ശ്രമിക്കുന്നു എന്നതിലൂന്നിയാണ് പി.വി. അൻവർ കഴിഞ്ഞ 10 മിനിറ്റിലധികമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പി.വി. അൻവർ MLA-യുടെ രാഷ്ട്രീയ വിശദീകരണ യോഗമാണ് നിലമ്പൂരിൽ ചന്തക്കുന്നിൽ നടക്കുന്നത്. വലിയ ആൾക്കൂട്ടമാണ് പി.വി. അൻവറിനെ കേൾക്കാനായി അവിടെ എത്തിയിരിക്കുന്നത്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരെത്തി. ജില്ലയ്ക്ക് പുറത്ത് നിന്ന്, കോഴിക്കോട് ജില്ലയുടെ ഭാഗത്ത് നിന്ന് ചില പ്രതികരണങ്ങളിലൊക്കെ മുക്കത്ത് നിന്നും മറ്റുമൊക്കെ എത്തിയ ആളുകൾ, കോഴിക്കോട് ജില്ലയുടെ ഭാഗങ്ങളിൽ നിന്നെത്തിയ ആളുകൾ, അവരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പി.വി. അൻവർ സംസാരിക്കുന്നത്. തന്നെ വർഗീയവാദിയാക്കാൻ ശ്രമിക്കുന്നു എന്നത് തൻ്റെ കുടുംബ പശ്ചാത്തലം ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് ഖണ്ഡിക്കുകയാണ് പി.വി. അൻവർ പ്രസംഗത്തിൽ. CPM പ്രവർത്തകർ മാത്രമല്ല, ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ അനുഭാവികളായ ആളുകളും സാധാരണക്കാരുമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായിരുന്നു അതിനു മുൻപ് ആമുഖമായി സംസാരിച്ച CPM നേതാവിൻ്റെ പ്രസംഗത്തിലെ പരാമർശം. പി.വി. അൻവറിനെ പാർട്ടിയാണ് നിലമ്പൂരിലെ നിയമസഭാ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചത്. കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് തന്നെ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളുടെ തീരുമാനം അറിയിക്കുകയായിരുന്നു. അത് പിന്നീട് നിലമ്പൂരിലെ പാർട്ടിയും അംഗീകരിക്കുകയായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 8 വർഷക്കാലമായി നിലമ്പൂരിലെ CPM പ്രവർത്തകർക്ക് നെഞ്ചുറപ്പോടുകൂടി പ്രവർത്തിക്കാൻ മുന്നോട്ട് പോകാനുള്ള ആത്മവിശ്വാസമായിരുന്നു പി.വി. അൻവർ എന്നതാണ് വഴിക്കടവിൻ്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആമുഖമായി സംസാരിക്കുമ്പോൾ വിശദീകരിച്ചത്. അവിടുത്തെ പ്രാദേശിക തിരഞ്ഞെടുപ്പുകൾക്കൊക്കെ നേതൃത്വം നൽകി CPM-നെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പി.വി. അൻവർ പ്രവർത്തിച്ചത്. പഞ്ചായത്തായിരുന്ന ഘട്ടത്തിൽ ഒരിക്കൽ മാത്രം ഭരണമുണ്ടായിരുന്ന നിലമ്പൂർ പഞ്ചായത്തിൽ പിന്നീട് മുനിസിപ്പാലിറ്റി ആയപ്പോൾ മുനിസിപ്പൽ ഭരണം പിടിക്കണമെന്ന ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ചു. അതിൻ്റെ ഭാഗമായാണ് CPM-ന് LDF-ന് നിലമ്പൂരിൽ ഭരണം പിടിക്കാൻ കഴിഞ്ഞത്. മറ്റ് ഉപതെരഞ്ഞെടുപ്പുകളിലുമൊക്കെ സാധാരണ സഖാക്കളെ പോലെ ഇടപെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് പി.വി. അൻവർ. പി.വി. അൻവറിൻ്റെ പാർലമെൻ്ററി പ്രവർത്തനത്തിലും സംഘടനാ പ്രവർത്തനത്തിലും ഇതുവരെയും
ഒരു വിയോജിപ്പോ എതിർപ്പോ പാർട്ടിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെ ഇപ്പോൾ ഈ എതിർപ്പുണ്ടാകുന്നു എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ആമുഖമായി പ്രാദേശിക CPM നേതാവ് സംസാരിച്ചത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ PV അൻവർ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത്. കഴിഞ്ഞ 6 മാസത്തിലധികമായി പാർട്ടി വേദികളിൽ അൻവർ പരാതികൾ നൽകുന്നുണ്ടായിരുന്നു. ADGPക്കെതിരെ RSS ബന്ധവുമായി ബന്ധപ്പെട്ടൊരു പരാതി വന്നാൽ സ്വാഭാവികമായും ഒരു 15 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തെങ്കിലും മാറ്റി നിർത്തേണ്ടതല്ലേ? PV അൻവറിനെ പോലെ പിണറായിക്കൊപ്പം ഉറച്ചു നിന്ന ഒരു MLA അത്തരം ഒരു പരാതി മുന്നോട്ട് വയ്ക്കുമ്പോൾ എന്ന